ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശാരദാംബികായൈ നമ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും ഗ്രൂപ്പിലെ മുഖ്യ ആചാര്യന്മാർ, മുഖ്യ അഡ്മിന്മാർ, പ്രിയപ്പെട്ട പഠിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആത്മോപദേശ ശതകം മഹായജ്ഞ ആചരണത്തിൻ്റെ ഭാഗമായി എനിക്ക് വ്യാഖ്യാനം നടത്തുവാനുള്ള മന്ത്രങ്ങൾ 63ഉം 64ഉമാണ്. ആത്മോപദേശ ശതകമെന്ന ബൃഹത്തായ കൃതിയെക്കുറിച്ച് ആമുഖമായി ഏതാനും കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ആത്മോപദേശ ശതകം രചിച്ചത്. അന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഇത് പകർത്തിയെടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. പിന്നീട് പദ്യങ്ങൾ ക്രമപ്പെടുത്തി വിവേകോദയത്തിൽ പ്രസിദ്ധീകരിച്ചു. 1917 മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ ഈ കൃതി പ്രസിദ്ധീകരിച്ചു. വിവേകോദയത്തിൽ വന്ന പദ്യങ്ങൾ ഗുരുദേവനെ ചൊല്ലി കേൾപ്പിച്ചുവെന്നും പല പദ്യങ്ങളും തിരുത്തി പറഞ്ഞു കൊടുത്തുവെന്നുമാണ് ചൈതന്യസ്വാമികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 100 പദ്യങ്ങളടങ്ങുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. അദ്വൈത ബോധമാണ് ജഗത്തിൻ്റെ പരമസത്യമെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്നവർ ഉറപ്പുള്ള അദ്വൈതികളായിത്തീരുന്നു. 63ാമത്തെ മന്ത്രം. അറിവിലിരുന്ന പരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ താൻ പരവശനായി അറിവില പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. അറിവിലിരുന്ന് അപരത്വമാർന്നിടാതെ, അറിവിൽ നിന്ന് തന്നെ അന്യമാക്കാതെ ഈ അറിവിനെ, ആത്മാവ് തന്നെയായ അറിവിനെ ഇങ്ങറിയുന്നതെന്നിയേ, ഇവിടെ അറിയാമെന്നല്ലാതെ പരവശനായി അറിവിയില്ല, തന്നിൽ നിന്ന് അന്യമാണ് ആത്മാവെന്നും എന്ന് കരുതി അന്വേഷിക്കുന്നതിലൂടെ ആത്മാനുഭവം സംഭവിക്കുകയില്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. ജ്ഞാനിയുടെ പരമരഹസ്യമായ ആന്തരികാനുഭവം ആർക്കാണ് മനസ്സിലാവുന്നത്? ആത്മാന്വേഷണം നടത്തുന്ന സാധകന്മാരിൽ പൊതുവെ സംഭവിക്കാനിടയുള്ള ഒരു തെറ്റിനെ ഗുരുദേവൻ ഇവിടെ തിരുത്തിത്തരികയാണ് ചെയ്യുന്നത്. അറിവിനെയും അറിയുന്നവനെയും അന്യവൽക്കരിച്ച് കാണാൻ പാടില്ല. ആത്മാവിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത്. മന്ത്രവും പൂജയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നവരും അവരിൽ നിന്ന് അന്യമായ ഒരു സത്തയായി കണ്ടുകൊണ്ടാണ് ആത്മാന്വേഷണം നടത്തുന്നത്. ഒന്നായിരിക്കുന്ന സത്യത്തെ രണ്ടാക്കി വിഭജിച്ച് വീണ്ടും ഒന്നാക്കി ചേർക്കുവാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന പെടാപ്പാടിനെ കുറിച്ചോർത്ത് ഗുരുദേവൻ വ്യസനസ്വരത്തിലാണ് ഈ മന്ത്രത്തിൻ്റെ അവസാന പാദം രചിച്ചിരിക്കുന്നത്. പണ്ഡിതൻ തൻ പരമരഹസ്യം ആർക്കും അറിയാൻ കഴിയുന്നില്ലല്ലോ. ആരാണ് പണ്ഡിതൻ? കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും ബുദ്ധിജീവിയെന്ന് നടിച്ച് ഓരോന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെയാണ് സാമാന്യ ജനങ്ങൾ പണ്ഡിതൻ എന്ന് കരുതുന്നത്. എന്നാൽ ഗുരുദേവൻ ഇത്തരക്കാരെ പരവശന്മാർ എന്നാണ് വിളിക്കുന്നത്. പണ്ഡ എന്നാൽ ബ്രഹ്മജ്ഞാനം. പണ്ടയുള്ള ആളാണ് പണ്ഡിതൻ. പണ്ഡിതന്റെ ലക്ഷണം ഭഗവത്ഗീതയിൽ 5-ാം അധ്യായം 18-ാം ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു: വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിന. വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും
ശ്വാവിലും ശ്വാവിനെ തിന്നുന്നവനിലും ആത്മജ്ഞാനികൾ സമദൃഷ്ടിയുള്ളവരാണ്. ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം തൻ്റെ ജീവിതത്തിലുടനീളം നിന്ന സ്വാനുഭവം തന്നെയാണ് ഗുരുദേവൻ ഈ മന്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഗുരുദേവനുമായി വളരെ അടുത്തു കഴിഞ്ഞിരുന്ന കുറച്ചു പേർക്ക് മാത്രമേ ഈ അനുഭവ രഹസ്യം പിടികിട്ടിയിരുന്നുള്ളൂ. അടുത്ത മന്ത്രം 64. പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നു, ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി, തെളിയുന്നിതിനില്ല നീതിഹാനി. പ്രതിവിഷയം പ്രതിബന്ധമേറിമേവുന്നു. ഓരോ വിഷയവും ആത്മസാക്ഷാത്കാരത്തിന് തടസ്സം നിൽക്കുന്നു. ഈ തടസ്സത്തെ നിജസ്മൃതിയെ ആത്മസ്മൃതി കൊണ്ട് നിരാകരിക്കൂ, തള്ളിക്കളയൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി, തെളിയുന്നു ഇതിനില്ല നീതിഹാനി. ആത്മാവിൻ്റെ അതിരറ്റ ഓർമ്മയാൽ എല്ലാ ഉപാധികൾക്കും അതീതമായി ആനന്ദഘനമായ ജ്ഞാനം ഉള്ളിൽ തെളിയുന്നു. ഈ നിയമത്തിന് ഒരിക്കലും മാറ്റമില്ല. വസ്തുവും വിഷയവും തമ്മിൽ അന്തരമുണ്ട്. വസ്തു മനസ്സിൻ്റെ പ്രിയ അപ്രിയങ്ങളുമായി കലരുമ്പോൾ അത് വിഷയമാകുന്നു. വിഷയം നമ്മുടെ വാസനയെ മുഴുവൻ ഉണർത്തി നമ്മെ കർമ്മോത്സുകരാക്കുന്നു. ഒരു ജീവിതം മുഴുവൻ വിഷയചിന്തയോട് ചേർന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ കഴിച്ചുകൂട്ടുമ്പോൾ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നാം മറന്നുപോകുന്നു. ജഡപ്രതിബന്ധം കൊണ്ടുണ്ടായ ആത്മവിസ്മൃതി പരിഹരിക്കാൻ ശാന്തമായ ആത്മസ്മൃതി തന്നെയാണ് പോംവഴി. ഇക്കാര്യമാണ് ഗുരുദേവൻ പ്രതിബന്ധമേറിമേവുന്നു, ഇതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിജസ്മൃതി എന്നതിന് ആത്മസ്മൃതി എന്നാണ് അർത്ഥം. ഈ നിജസ്മൃതി ഉറപ്പിക്കാൻ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഓർക്കാവുന്നതാണ്. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ആനന്ദഘനമായ അഖണ്ഡബോധം തന്നെയാണ് അതീത വിദ്യാനിധി. അതിവിശദ സ്മൃതി അതീത വിദ്യാനിധിയെ തെളിയിക്കുമെന്ന് ഗുരുദേവൻ ശാസ്ത്ര സഹായത്തോടുകൂടി തന്നെ നമുക്ക് വെളിവാക്കി തരുന്നു. സ്വയം പരീക്ഷിച്ചു തെളിഞ്ഞതുകൊണ്ടാണ് ഗുരുദേവൻ ഇതിനില്ല നീതിഹാനി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആത്മോപദേശ ശതകത്തിൻ്റെ ഈ 2 മന്ത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലും ഗുരുദേവൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.